നെയ്യ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകും. അതിപ്പോൾ നൽകുന്നത് തുലാഭാര കൗണ്ടറിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ചുറ്റമ്പലത്തിന് അടുത്തുള്ള തുലാഭാര കൗണ്ടറിൻ്റെ അടുത്തായിട്ടാണ്. അത് സേവിക്കുന്നതും വളരെ നല്ലതാണ് എന്ന്, അതായത് നമ്മുടെ സദ്ബുദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തൃപ്പുക നെയ്യ് സേവിക്കുന്നത്. അങ്ങനെ തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് 10 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നട അടച്ചിട്ടാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ നേദ്യം വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഭഗവതി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകുക. അതാണ് അഴൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ദുഃഖവും ഭഗവതി അമ്മ ഏറ്റെടുത്തിരിക്കും എന്നാണ് പറയുന്നത്. അതും ഭക്തർക്ക് ശീട്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ നേദ്യം വരുന്നത് വേവിക്കാത്ത വസ്തുക്കളാണ് നേദ്യമായിട്ട് ഭഗവതി അമ്മയ്ക്ക് കൊടുക്കുന്നത്. അതായത് പച്ച അരി, നാളികേരം, ഈ അഗ്നി, ഇതൊക്കെയാണ് കേട്ടോ ഭഗവതി അമ്മയുടെ നേദ്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവതി അമ്മയ്ക്ക് കാവ് സങ്കല്പമാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്.